ഹായ് ഓൾ, നമുക്കിന്ന് ഫ്ലാഷ് 64ൽ ഓട്ടോമാറ്റിക് ബാക്കപ്പ് ആവുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്തൊക്കെ ഫയലുകളാണ് ഒരു ഫ്ലാഷ് 64നകത്ത് ഒരു UFS കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആവുന്നത്, അതേപോലെ തന്നെ അതിന്റെ ബാക്കപ്പ് പാത്ത് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി അതൊരു UFS കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇൻഫർമേഷൻസ് ഓട്ടോമാറ്റിക്കലി റീഡ് ആയിട്ട് വരും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു ഫയലുകൾ, സെക്യൂരിറ്റി ഫയലുകളും അതുപോലെ തന്നെ പാർട്ടീഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തോട്ട് ബാക്കപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ബാക്കപ്പ് പാത്ത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ആ ബാക്കപ്പ് പാത്ത് വരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സീല് നമ്മുടെ യൂസർ നെയിമിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതായത് നമ്മൾ ഫ്ലാഷ് 64 സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡൗൺലോഡ് ഫോൾഡറിനകത്ത് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് UFS ആണെങ്കിൽ UFS, EMMC ആണെങ്കിൽ EMMC. റൈറ്റ് നൗ വി ആർ യൂസിങ് UFS. അപ്പോൾ UFS എടുക്കാം. UFSനകത്ത് സാംസങ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. സാംസങ് UFS ആണ് നമ്മൾ യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ UFSന് മുകളിലുള്ള നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് രണ്ട് ഫോൾഡേഴ്സ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫോൾഡർ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്ക്രിപ്റ്ററും ആട്രിബ്യൂട്ടും ഫ്ലാഗും എന്തായിട്ടുണ്ട്, ബാക്കപ്പായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂനുകളുടെ ബാക്കപ്പ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. മീൻസ് ഡംപ് ഫയൽ ഓൺ ആവാൻ ആവശ്യമായ മിനിമം ഫയലുകൾ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫയലാണ് പ്രൊവിഷൻ XML ഫയൽ. ഈ പ്രൊവിഷൻ XML ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് UFSനെ നമ്മൾ പ്രൊവിഷൻ ചെയ്യാൻ കോൺഫിഗർ ചെയ്യാനുള്ള ഫയലാണ് പ്രൊവിഷൻ XML. ഓക്കെ, ഇനി മറ്റൊരു ബാക്കപ്പ് ആണ്. വേറൊരു ഫോൾഡർ വന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് മെയിനായിട്ട് വരുന്നത് സെക്യൂരിറ്റി ഐറ്റംസ് ആണ്. മീൻസ് IME റിലേറ്റഡ് ഇൻഫർമേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാക്കപ്പ് ആവുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു സെക്യൂരിറ്റി എന്നുള്ള ഫോൾഡർ. ഈ ഫോൾഡറിനകത്ത് തിരിച്ചൊരു UFSലോട് റൈറ്റ് ചെയ്യണമെന്ന് വളരെ സിമ്പിളാണ്. എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു XML ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, 11 KB സൈസ് ഉള്ള. ഈ ഒരു ഫയൽ ജസ്റ്റ് റൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പാർട്ടീഷൻസും ഓട്ടോമാറ്റിക്കലി എന്താവും, തിരിച്ചു കയറും. അപ്പോൾ ഇതാണ് ഒരു UFS കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആവുന്ന ഡാറ്റകളും അതിൻ്റെ ഫങ്ഷൻസും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ചെയ്യുക. ഇത്തരം കൂടുതൽ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും വരാം.